സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് തൗഹീദിന്റെ വിശദമായ വ്യാഖ്യാനവും വശങ്ങളും എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ശരിയായ ആശയത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചു പോകാനുണ്ടായ കാരണങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്ന ജനതയിൽ സംഭവിച്ചുപോയ ശിർക്കെന്തായിരുന്നു എന്ന വിശദീകരണത്തിലൂടെയും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന മക്കയിലുണ്ടായിരുന്ന ആളുകളിൽ കണ്ടിരുന്ന ശിർക്കെന്തായിരുന്നു എന്ന വിശദീകരണത്തിലൂടെയും കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ചില ആളുകൾ ഉന്നയിക്കാറുള്ള ചില സംശയങ്ങളുണ്ട്. ഒന്ന്, എത്ര വിശദീകരണം കേട്ടാലും ആളുകൾക്ക് തീരാത്ത ഒരു സംശയമാണ്, സ്വയം കഴിവുള്ള ഒന്നിലധികം ശക്തികളുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ അത് ലാ ഇലാഹ ഇല്ലല്ലാഹുക്കെതിരാവുകയുള്ളൂ, ശിർക്കാവുകയുള്ളൂ എന്നാണല്ലോ ഞങ്ങളുടെ പണ്ഡിതന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവുകൾ അവന്റെ സ്വന്തമായ കഴിവുകളാണ്, ആരും നൽകിയതല്ല. അല്ലാഹു കേൾക്കുന്നു, നമ്മളും കേൾക്കുന്നു. അല്ലാഹു കാണുന്നു, മനുഷ്യനും കാണുന്നു. പക്ഷേ അല്ലാഹുവിൻ്റെത് സ്വന്തമായ കഴിവാണ്, മറ്റുള്ളവരുടേതെല്ലാം അല്ലാഹു നൽകിയ കഴിവുകളാണ്. എങ്കിൽ ആ അല്ലാഹുവിന് സ്വന്തമായി അറിവുള്ളതുപോലെ സ്വന്തമായി കഴിവും യോഗ്യതയും യുക്തിയും ഒക്കെയുള്ളതുപോലെ വേറെ ഒരു അസ്തിത്വമുണ്ട് എന്ന് വിശ്വസിച്ചാലല്ലേ ശിർക്കാവുകയുള്ളൂ എന്നാണ് ആളുകൾ ചോദിക്കാറുള്ളത്. അങ്ങനെയല്ല, അങ്ങനെ ലോകത്തൊരു മുശ്രിക്കും കഴിഞ്ഞുപോയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ ഞാൻ വിശദീകരിക്കുകയുണ്ടായി. മക്കയിലെ മുശ്രിക്കുകൾ പോലും അത് വിശ്വസിച്ചിട്ടില്ല. ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള വിഗ്രഹങ്ങൾ സൃഷ്ടാക്കളാണെന്നോ അവരാണ് ലോകത്തിന്റെ നിയന്താക്കളെന്നോ അവർ വിശ്വസിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയിലേക്ക് അടുക്കുവാനുള്ള മധ്യസ്ഥന്മാരാണ് എന്നേ അവർ വിശ്വസിച്ചിട്ടുള്ളൂ. പരിശുദ്ധ ഖുർആൻ അവരോട് ചോദിച്ച ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് അവർ നൽകിയ മറുപടികളും ഏതാനും ആയത്തുകളിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിന് അനുസൃതമായിക്കൊണ്ട് സർവശക്തനായ ഒരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച അവസ്ഥകൾ അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് സമുദ്രത്തിലൂടെ കപ്പലിൽ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേളകളിലുണ്ടായ അനുഭവങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഖുർആൻ പറഞ്ഞതും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഈ ആശയം മുജാഹിദ് പ്രസ്ഥാനം ലോകത്ത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചൊരു തത്വമൊന്നുമല്ല. അങ്ങനെയാണ് ചില ആളുകൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം അല്ലാഹുവിനെ പോലെ തന്നെ സ്വതന്ത്രമായ കഴിവും അസ്തിത്വവുമുള്ളവരാണെന്ന്, അവരുടേതായ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ദൈവങ്ങൾ എന്നായിരുന്നു എന്നാണ് ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിനൊരുപാട് തെളിവുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച ആയത്തുകളുടെ എല്ലാം തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തഫ്സീർ ഇബ്നു കസീറോ, റാസിയോ, ബൈളാവിയോ, കശാഫോ ഏത് തഫ്സീറുകളായിരുന്നാലും മുഴുവൻ തഫ്സീറുകളിലും ഈ ആശയം അവർ വിശദമാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റാസി പറയുന്ന കാര്യങ്ങളെല്ലാം ഇസ്ലാമിലെ പ്രമാണങ്ങളാണ് എന്ന നിലക്കല്ല ഞാനിത് അവതരിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഇമാം റാസിയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന
മറുപക്ഷത്തുള്ള ആളുകൾ അംഗീകരിക്കാൻ അവർക്കൊരിക്കലും തള്ളിക്കളയാൻ ഒരിക്കലും ബാധ്യതയില്ല, ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു പണ്ഡിതന്റെ ഉദ്ധരണി ഈ വിഷയത്തിൽ എടുത്തുദ്ധരിക്കുന്നു എന്ന് മാത്രം. അദ്ദേഹം പറയുന്നു, "യഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവിഹി ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മ വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ." റാസിയുടെ 2-ാം വാള്യം 113-ാമത്തെ പേജിൽ, "യഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ, ലോകത്ത് ഒരാളും കഴിഞ്ഞുപോയിട്ടില്ല, യുസ്ബിതു ലില്ലാഹി, അവൻ അല്ലാഹുവിൽ സ്ഥിരപ്പെടുത്തുന്നു, ശരീകൻ, ഒരു പങ്കാളിയെ, യുസാവിഹി, അല്ലാഹുവിനോട് കിടപിടിക്കുന്ന ഒരു പങ്കാളിയുണ്ടെന്ന് ഒരാളും വിശ്വസിച്ചിട്ടില്ല. ഏത് നിലക്ക് കിടപിടിക്കുന്ന? ഫിൽ വുജൂദി, പടച്ചവനെ പോലെയുള്ള അസ്തിത്വമുള്ള മറ്റൊരു പടച്ചവരുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല. വൽ ഖുദ്റതി, അല്ലാഹുവിന്റെ കഴിവ് പോലെ സ്വന്തമായി കഴിവുള്ള, ആരുടെയും കഴിവിലേക്ക് അവലംബിക്കപ്പെടേണ്ടതില്ലാതെ സ്വതന്ത്രമായ കഴിവുള്ള മറ്റൊരു ശക്തിയുണ്ട് എന്ന് ഒരു മുശ്രിക്കും വിശ്വസിച്ചിട്ടില്ല. വൽ ഇൽമി, അല്ലാഹുവിനെ പോലെയുള്ള അറിവുള്ള, ആരിൽ നിന്നും കിട്ടാതെ സ്വതന്ത്രമായി തന്നെ അറിവുള്ള മറ്റൊരു ശക്തിയുണ്ട് എന്നോ, വൽ ഹിക്മ, യുക്തി സ്വന്തമായി തന്നെയുള്ള, മറ്റൊരാളിൽ നിന്നും യുക്തി പഠിക്കേണ്ട ആവശ്യമില്ലാത്തവണ്ണം സ്വതന്ത്രമായി തന്നെ യുക്തിയും ശക്തിയും കഴിവും അറിവുമൊക്കെയുള്ള മറ്റൊരാൾ, മറ്റൊരു ശക്തിയുണ്ട് എന്ന് ലോകത്താരും വിശ്വസിച്ചിട്ടില്ല. വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ, ഇന്നേ വരെ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ കാണപ്പെട്ടിട്ടില്ല. ആരായത് പറയുന്നത്? ഒരുപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ശേഷം, നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം, സഹാബികളുടെയും താബീഈങ്ങളുടെയും എല്ലാവരുടെയും ജീവിതത്തിന് ശേഷം പിൽക്കാലത്ത് വന്ന ഒരു ശാഫിഈ മദ്ഹബിലെ അറിയപ്പെടുന്ന ഒരു ഖുർആൻ വ്യാഖ്യാതാവാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണ്? മുജാഹിദുകൾ ഈ ലോകത്ത് ജനങ്ങളോട് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മക്കയിലെ മുശ്രിക്ക് അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അള്ളാഹുവിൽ അവൻ അവിശ്വസിച്ചിട്ടില്ല, നേരെ മറിച്ച് അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കാത്തതായിരുന്നു പ്രശ്നം എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഖുർആനിന്റെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കിയതല്ല, മറ്റുള്ളവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിനു വേണ്ടിയാണ് ആ കാര്യം എടുത്തുദ്ധരിച്ചത്. അതുകൊണ്ട് ആ സംശയം ഇനി ഒരൊറ്റ സഹോദരങ്ങൾക്കും ബാക്കിയുണ്ടാകരുത്. എന്ത്? മക്കയിലെ മുശ്രിക്കുകൾ ശിർക്ക് ചെയ്യുന്നവരായി പോയത് അവരല്ലയില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ല, ഇല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ അതേ കഴിവുള്ള സ്വതന്ത്രമായ മറ്റു ചില അള്ളമാരുണ്ട് എന്ന് വിശ്വസിച്ചതുകൊണ്ടല്ല. എല്ലാ കഴിവുകളും ഒത്തിണങ്ങി ഒരാളിൽ നിന്നും ഒരു കഴിവും സ്വീകരിക്കേണ്ടതില്ലാതെ സ്വതന്ത്രമായ ശക്തിയും കഴിവുമുള്ള സർവേശ്വരനും സർവശക്തനുമായി ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു മക്കയിലുമുണ്ടായിരുന്ന മുശ്രിക്കുകൾ. ബാക്കിയുള്ളവരൊക്കെ ആ സർവശക്തനിലേക്ക് മനുഷ്യനെ എത്തിച്ചേർക്കാനുള്ള കീഴ് ദൈവങ്ങൾ എന്ന നിലക്കായിരുന്നു അവർ കണ്ടിരുന്നത്. ഇന്നത്തെ മുശ്രിക്കിന്റെ വിശ്വാസവും അത് തന്നെയാണ്. ഹൈന്ദവ വിശ്വാസികളോട് ചോദിച്ചു നോക്കൂ, അവർക്കെന്താണ് പറയാനുള്ളത്? അവരും അത് തന്നെയാണ് പറയുന്നത്. പരമമായ ഒരു ശക്തിയുണ്ട്, സർവേശ്വരനുണ്ട്, ആ സർവേശ്വരനിലേക്ക് എത്തിച്ചേർക്കാനുള്ള കീഴ് ദൈവങ്ങളാകുന്നു അവരിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ദൈവങ്ങൾ. ഇതാണ് അവർക്കും പറയാനുള്ളത്. ഏത് കാലഘട്ടത്തിലും നിങ്ങൾ ഏത് കാലത്ത് ശിർക്ക് ചെയ്യുന്ന മനുഷ്യനോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അമ്പലങ്ങളിലെ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളുമാണോ ഈ ലോകത്തെ പടച്ചത്? ഒരൊറ്റ ഹിന്ദുവും പറയില്ല അയാളാണ് ഈ ലോകത്തെ പടച്ചത് എന്ന്. ഗുരുവായൂരപ്പനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്ന് വിശ്വാസമുണ്ടോ? ഇല്ല. ഗുരുവായൂരപ്പനാണ് മഴ തരുന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ക്രൈസ്തവ വിശ്വാസികളോട് ചോദിച്ചു നോക്കൂ, അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ, കുരിശുകൾ, പുണ്യവാളന്മാർ, പുണ്യാളത്തികൾ, വാഴ്ത്തപ്പെട്ടവർ, ഇവരോടൊക്കെ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും അവർക്ക് നേർച്ച വഴിപാടുകളും കാണിക്കകളും അർപ്പിക്കുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ലോകം പടച്ചത്, അല്ലെങ്കിൽ യേശുവാണ് ലോകത്തിന്റെ സൃഷ്ടാവെന്ന് വിശ്വാസമുണ്ടോ? ഇല്ല. കന്യാമറിയമാണ് ലോകത്തിന്റെ സൃഷ്ടാവ് എന്ന് വിശ്വാസമുണ്ടോ? ഇല്ല. എല്ലാം സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് എത്തിച്ചേർക്കാനുള്ള കീഴ് ദൈവങ്ങൾ. എല്ലാ കാലത്തും ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ വാദഗതികൾ സാമ്യമതയുള്ളതാണ്. എല്ലാവരും ഒരേ വിശ്വാസക്കാരാണ്. പരമമായ ശക്തി ഒന്നേയുള്ളൂ.
പരമമായ ശക്തി, സർവേശ്വരൻ, സർവശക്തൻ ഒന്നേയുള്ളൂ. അതിലേക്ക് അടുക്കുവാനുള്ള കീഴ്ദൈവങ്ങളാകുന്നു ബാക്കിയുള്ള ആളുകളെല്ലാം. ഇതായിരുന്നു ഏത് കാലത്തും മുശ്രിക്കിന്റെ വിശ്വാസം. അതാണ് റാസി വിശദീകരിച്ചത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ഒരു സംശയമാണ്. സാധാരണയായി ആളുകൾക്ക് തോന്നുകയും തോന്നിപ്പിക്കാൻ വേണ്ടി ചില ശക്തികൾ ശ്രമിക്കുകയും ചെയ്യുന്ന സംശയം എന്താ? മക്കയിലെ മുശ്രിക്കുകൾ ലാത്തയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ മുശ്രിക്കുകളായി പോയത്. ഇബ്രാഹിം നബിയെ ഇലാഹാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. ഞങ്ങൾ ഒരിക്കലും നേർച്ചക്കാരെയും നബിമാരെയും ഔലിയാക്കന്മാരെയും ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ അവരെ അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടിയിട്ടുള്ള മഹാന്മാരാണെന്ന നിലക്കാണ് ഞങ്ങൾ അവരോട് സഹായം ചോദിക്കുന്നത്. ഇലാഹാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഒരു കാര്യം ശിർക്കാകണമെങ്കിൽ ഇലാഹാണ് എന്ന് വിശ്വസിക്കണമെന്ന് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇലാഹിന് ചെയ്യേണ്ടുന്ന ഏതെങ്കിലും കർമ്മങ്ങൾ ആർക്കെങ്കിലും നമ്മൾ സമർപ്പിച്ചാൽ ഞാൻ അയാളെ ഇലാഹാക്കി എന്ന് കരുതുകയോ നിങ്ങൾ ഇലാഹാണെന്ന് പറയുകയോ ചെയ്യണമെന്ന് ഒരു പണ്ഡിതനും ഉപാധി നിശ്ചയിച്ചിട്ടില്ല. ചെയ്യുന്ന കർമ്മം ഇലാഹിന് മാത്രം സമർപ്പിക്കേണ്ട കർമ്മമാണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ടതുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നൊരു സംഭവം. പ്രവാചകനും അനുയായികളും കൂടി ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ആ ചരിത്രം. പ്രവാചകന്റെ കൂടെ ആയിരക്കണക്കിന് അനുയായികളുണ്ട്, സഹാബിമാർ, പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരാണ്. ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഒരൊറ്റ മുശ്രിക്കും പ്രവാചകന്റെ കൂടെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നബി തിരുമേനിയോടൊപ്പം വിശ്വസിക്കാത്ത ഒരൊറ്റ കാഫിറും ആ സംഘത്തിലില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും അനുയായികളും കൂടെ ഇങ്ങനെ വഴിമധ്യേ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു സഹാബി പറയുകയാണ്, ഞങ്ങൾ വഴിക്ക് വെച്ച് ഒരു മരം കണ്ടു. ആ മരം എന്തിനുള്ളതായിരുന്നു? മുശ്രിക്കുകളായ ആളുകൾ യുദ്ധത്തിനിറങ്ങുമ്പോൾ ആ മരത്തിന്റെ ചില്ലയിൽ അല്പസമയം വാളുതൂക്കിയിട്ട് അത് മുഖേന യുദ്ധം ചെയ്താൽ യുദ്ധം ജയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വാളുതൂക്കിയിടാറുള്ള ഒരു മരമുണ്ടായിരുന്നു മുശ്രിക്കീങ്ങൾക്ക്. ആ മരത്തിന് പേര് പറഞ്ഞിരുന്നത് ദാത്തു അൻവാത്ത് എന്നായിരുന്നു. ആ കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു, ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു, ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഹുനൈനിലേക്ക് പുറപ്പെടുകയാണ്. ആ അവസരത്തിൽ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. മുശ്രിക്കീങ്ങളായ ആൾക്കാർക്ക് യുദ്ധത്തിലൊക്കെ ജയിക്കാൻ വേണ്ടി അവരൊരു മരത്തിന്മേൽ വാൾ തൂക്കിയിട്ടിട്ടാണ് പോകാറുള്ളത്. കുറച്ചുനേരം ആ മരത്തുമ്മൽ വാളുകൾ വെച്ചെടുത്താൽ അതിൽ പുണ്യം അങ്ങോട്ട് ചാർജ് ചെയ്തു, പിന്നെ ആ യുദ്ധത്തിലൊരിക്കലും പരാജയപ്പെടില്ല. അതുകൊണ്ട് നബിയെ, അവർക്ക് മരമുള്ളതുപോലെ, അവർക്ക് ബർക്കത്തെടുക്കാൻ മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം നിശ്ചയിച്ചു തരണം. അവർക്ക് ദാത്തു അൻവാത്ത് എന്ന് പേരുള്ള മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്ത് അങ്ങ് നിശ്ചയിച്ചു തരണം. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അത്ഭുതത്തോടുകൂടി, അല്ലാഹു അക്ബർ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി കമാ ഖാലത് ബനൂ ഇസ്രായീല ലിമൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ ലതർകബുന്ന മൻ കാന ഖബ്ലകും. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പ്രവാചകൻ അത്ഭുതത്തോടുകൂടെ പറയുകയാണ്, മുഹമ്മദിന്റെ ആത്മാവ്, ജീവൻ ആരുടെ കയ്യിലാണോ ആ നാഥനെ തന്നെ സത്യം. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം അപകടമാണ്. ബനൂ ഇസ്രായേൽക്കാര് മൂസാ നബിയോട് ചോദിച്ച ചോദ്യം പോലെ അപകടമാണ് ഈ ചോദ്യം. എന്താ ബനൂ ഇസ്രായേൽക്കാര് മൂസാ നബിയോട് ചോദിച്ചത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ. അവർക്കൊക്കെ പല ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നീ നിശ്ചയിച്ചു തരണം മൂസാ. ഈ കാണാത്ത അള്ളാനെ എങ്ങനെ ആരാധിച്ചുകൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി പ്രയാസമുണ്ട്, കാണുന്ന ഒരാളെ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം എന്ന് മൂസായോട് ബനൂ ഇസ്രായേൽക്കാർ ചോദിച്ച ചോദ്യത്തിന് തുല്യമായ ചോദ്യമാണ് സഹാബത്തെ. മുശ്രിക്കീങ്ങൾക്ക് ബർക്കത്തെടുക്കാൻ വേണ്ടി വാള് തൂക്കിയിടാനുണ്ടായിരുന്ന മരം പോലെ ഒരു മരം ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞത് അവർ ഇലാഹിനെ ചോദിച്ചതുപോലെ തന്നെ തുല്യമായ ശിർക്കിലേക്ക് പോകുന്ന ചോദ്യമാണ്, പണിയാണ്. അതുകൊണ്ട് ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങളെന്തൊരു വിവരമില്ലാത്ത ജനതയാണ്. നിങ്ങളുടെ മുമ്പുള്ള ആൾക്കാരുടെ സമ്പ്രദായത്തെ നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യും. യൂതനും ക്രിസ്ത്യാനിയും ഒക്കെ മുമ്പ് നടന്ന വഴിയില്ലേ, അങ്ങോട്ടടുക്കാൻ നിങ്ങൾക്കും താല്പര്യവും ആവേശവും ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് നബി അതിനെ ശക്തമായി നിരുത്സാഹപ്പെടുത്തുകയും എതിർക്കുകയും ചെയ്തു. എന്താണ് ആ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്?
സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞങ്ങൾക്കൊരു ഇലാഹിനുണ്ടാക്കി തരണം എന്ന് ആവശ്യപ്പെട്ടോ? ആവശ്യപ്പെട്ടിട്ടില്ല. ഇലാഹ് അല്ലാഹു മാത്രമാണെന്ന് 1000 മടങ്ങ് ശക്തിയിൽ വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരായിരുന്നു സഹാബിമാര് എന്ന് നമുക്കറിയാം. അവരാണ് നബിയോട് ചോദിക്കുന്നത്, പുണ്യം ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വാള് തൂക്കിയിടാൻ വേണ്ടി ഒരു മരം നമുക്കും വേണം. ആ മരം പടച്ചവനാണെന്ന് വിശ്വസിച്ചിട്ടില്ല, ആ മരം ഇലാഹാണെന്ന് കരുതിയിട്ടില്ല, ആ മരത്തിന് ഞങ്ങൾ ഇബാദത്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ഇലാഹിന് മാത്രം സമർപ്പിക്കേണ്ട, ഇലാഹിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു കാര്യം മറ്റൊരു ശക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഇവർ ആവശ്യപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശിർക്കായി ചിത്രീകരിക്കുകയും അതിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ഒരു കാര്യം ചുരുക്കത്തിൽ ഇബാദത്താകണമെങ്കിൽ, അല്ലെങ്കിൽ ഇലാഹാണ് എന്ന് കരുതിക്കൊണ്ടോ, അല്ലെങ്കിൽ ഇബാദത്താണ് ഞാനീ ചെയ്യുന്നത് എന്ന് കരുതിക്കൊണ്ട് തന്നെ ചെയ്താലേ അക്കാര്യം ഇബാദത്താവുകയുള്ളൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇലാഹിന് സമർപ്പിക്കേണ്ട ഒരു കാര്യം ഒരാൾക്ക് നമ്മൾ അങ്ങോട്ട് സമർപ്പിച്ചാൽ, അയാൾക്ക് നമ്മൾ ഇലാഹിന് പേരിട്ടാലും ശരി ഇല്ലെങ്കിലും ശരി അയാൾ നമ്മൾ ഇലാഹാക്കി. എന്താ ഉദാഹരണം? ഒരു യാത്രയിൽ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വാഹനത്തിൽ. ആ വാഹനം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഏറ്റവും ഉയരമുള്ള ഒരു പർവ്വതത്തിന്റെ അടുത്തുകൂടെയുള്ള റോട്ടിലൂടെ ഇങ്ങനെ യാത്ര പോകുന്നു. താഴെയൊക്കെ കടുത്ത ചുരങ്ങളാണ്, അഗാധമായ ഗർത്തമാണ്. നമ്മൾ താമരശ്ശേരി ചുരം പോലെയുള്ള ഏതെങ്കിലും ചുരങ്ങളാണെന്ന് വിചാരിക്കുക, അങ്ങനെ കയറി കയറി പോവുകയാണ്. ഏതാണ്ട് ടോപ്പിലെത്തിയപ്പോൾ വണ്ടിയുടെ ബ്രേക്കാണ് പോയി, നിയന്ത്രണം വിട്ടു വാഹനം. ആരോടാ ഇവിടെ സഹായം തേടുക? ഇവിടെ ആരൊക്കെ ആരെയൊക്കെ ഇലാഹാക്കും? വണ്ടിയിലുള്ള മുസ്ലിമീങ്ങൾ പറയും, അള്ളാഹുവെ രക്ഷിക്കണേ. അള്ളാഹുവിനെ അവൻ ഇലാഹാക്കി, അള്ളാഹു അവന്റെ ഇലാഹാക്കി. വിപൽഘട്ടത്തിൽ അവനെ രക്ഷിക്കാൻ അവൻ ആരിലേക്കാണോ അഭയം കാണുന്നത്? ഇലാഹ് എന്ന അറബി പദത്തിന്റെ വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ അലിഹ, അല്ലെങ്കിൽ പരിഭ്രാന്തനായിക്കൊണ്ട് വിഷമഘട്ടത്തിൽ ഒരു കേന്ദ്രത്തിലേക്ക് അഭയം സമർപ്പിക്കുന്നു എന്ന നിലക്കാണ് അതിന്റെ അർത്ഥങ്ങളും വിശദീകരണങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചവൻ അള്ളാഹുവെ ഇലാഹാക്കി, അള്ളാഹുവിനെ ഇബാദത്തെടുത്തു. ഒരു ഹൈന്ദവൻ പ്രാർത്ഥിക്കുന്നു, ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ഗുരുവായൂരപ്പനെ അവൻ ഇലാഹാക്കി. ഗുരുവായൂരപ്പന്റെ ഇലാഹ എന്ന് പറയുന്നു വേണ്ട, ഗുരുവായൂരപ്പനെ അവൻ ഇലാഹാക്കി. ഗുരുവായൂരപ്പനുള്ള ഇബാദത്താണ്. കന്യാമറിയമെ രക്ഷിക്കണേ, ഒരു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന. അവൻ കന്യാമറിയമിനെ ഇലാഹാക്കി. കന്യാമറിയമിനുള്ള ഇബാദത്താണ് ആ സമർപ്പിച്ചത്. കന്യാമറിയം എന്ന് ക്രിസ്ത്യാനികളാണ് പറയുക, ഞങ്ങൾ മുസ്ലിമീങ്ങൾ കന്യാമറിയം എന്നല്ല പറയുക. ഞങ്ങൾ മാപ്പിളമാരി യാ വലിയത്തല്ലാഹി മറിയം, അള്ളാഹുവിന്റെ വലിയത്തായിരിക്കുന്ന മറിയം ബീവിയെ രക്ഷിക്കണേ എന്നാണ് വേറൊരു മാപ്പിള പ്രാർത്ഥിച്ചതെങ്കിലോ അതും അതേപോലെ തന്നെയാണ്. വർഗീയതയൊന്നുമില്ല ഇസ്ലാമിൽ. അള്ളാഹുവെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന അള്ളാഹുവിനെ ഇബാദത്തായതുപോലെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നുള്ളത് ഗുരുവായൂരപ്പനുള്ള ഇബാദത്താണ്. കന്യാമറിയമെ രക്ഷിക്കണേ എന്നുള്ളത് മറിയം ബീവിക്കുള്ള ഇബാദത്താണ്. യാ വലിയത്തല്ലാഹി മറിയം, മറിയം ബീവിയെ രക്ഷിക്കണേ എന്നൊരു മാപ്പിള പ്രാർത്ഥിച്ചാൽ അതും മറിയം ബീവിക്കുള്ള ഇബാദത്താണ്. അവിടെ ഇലാഹാണ് എന്ന് പറഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു ഇലാഹിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ ഒരു ഇലാഹുമായി നാം ബന്ധപ്പെടുന്നതെങ്കിൽ ആ ബന്ധപ്പെടുന്ന ശക്തിയിൽ നിന്നൊരു ഏതൊരു പ്രതീക്ഷയോടുകൂടെയാണോ നമ്മളൊരു അഭയകേന്ദ്രത്തിലേക്ക് അഭയം പ്രാപിക്കുന്നതെങ്കിൽ ആ പ്രാപിക്കുന്ന ശക്തികളൊക്കെ ഇലാഹുകളാണ് നമ്മുടെ കണ്ണിൽ. അള്ളയാണെങ്കിൽ അള്ളാഹ്, യഥാർത്ഥമായ ഇലാഹ് അള്ളയാണ്. ബാക്കിയുള്ളതൊക്കെയോ വ്യാജ ദൈവങ്ങളാണ്. അതാണ് ഇലാഹ് ആക്കിക്കൊള്ളണമെന്നില്ല എന്ന് പറയുന്നതില്ല. പിന്നെ മനസ്സിലാക്കാനുള്ള മറ്റൊന്നെന്താണ്? ഞങ്ങൾ അവർക്ക് ഇബാദത്തെടുക്കുന്നില്ലല്ലോ എന്നാണ് പറയാറുള്ളത്. മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, മാ നഅ്ബുദുഹും, ഞങ്ങൾ അവർക്ക് ഇബാദത്തെടുക്കുന്നില്ല, ഞങ്ങൾ അവർക്ക് ആരാധിക്കുന്നില്ല. ഞങ്ങളാരും ആരെ ആരാധിക്കുന്നില്ല. ഞങ്ങൾ ഈ അമ്പുറത്ത് തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ, അല്ലെങ്കിൽ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ, അല്ലെങ്കിൽ ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അവർക്കൊന്നും ഇബാദത്തെടുക്കുന്നില്ല, ഞങ്ങളവരെയൊന്നും ആരാധിക്കുന്നില്ല. മുശ്രിക്കീങ്ങൾ ലാത്തക്കും ഉസ്സക്കും ആരാധനയാണ് കൊടുത്തത്, ഞങ്ങൾ ആരാധിക്കുന്നില്ല. അപ്പൊ എന്താ ഈ ആരാധന? എന്താ ഈ ഇബാദത്ത്?
ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ മർമ്മത്തിലാണ് നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത്. ഇത് വേറൊരു വിഷയം പോലെയല്ല. ഈ വിഷയത്തിൽ പഴച്ചുപോയവൻ പഴച്ചുപോയിരിക്കുന്നു, ബാക്കിയുള്ളതൊക്കെ അള്ളാഹു പൊറുക്കുമെന്നാണ്. ഇത് പൊറുക്കൂല എന്നാണ്. എന്താണ് ഈ ഇബാദത്ത്? നമ്മൾ ഒരു വ്യക്തിക്ക് എന്ത് കാര്യം ചെയ്താലാണ് നമ്മൾ അയാളെ ഇബാദത്തെടുത്തു എന്ന് പറയുക? ഇബാദത്തിന് പരിശുദ്ധ ഖുർആനിൽ മലയാളത്തിലേക്ക് പരിഭാഷ നടത്തുകയാണെങ്കിൽ യോജിക്കാവുന്ന, അല്ലെങ്കിൽ നല്ല നിലയ്ക്ക് സമാധാനത്തോടുകൂടെ പറയാവുന്ന ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, അത് ആരാധന എന്നതാണ്. ആരാധന എന്താണ്? ആരാധന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു ഏതൊക്കെ ആരാധനകളുണ്ട് എന്ന്. ആരാധന എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക എന്താണ്? നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, അതേപോലെയുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല ആരാധനകൾ, അത് ആരാധനയുടെ ചില രൂപങ്ങളാണ്. എന്നാൽ ശരിക്കൊരു നമസ്കാരത്തെ ആരാധനയാക്കി മാറ്റുന്നത് എന്താണ്? കുറെ ചലനങ്ങളാണോ? കുനിയലും നിവരലും, അതേപോലെ തന്നെ നിലത്ത് മുഖമമർത്തലും, വീണ്ടും എഴുന്നേൽക്കലും, കൈപൊക്കലും, ഇതൊക്കെയാണോ നമസ്കാരത്തെ ഇബാദത്താക്കിയത്? അല്ല. എങ്കിൽ ഇതിനേക്കാളൊക്കെ വളരെ ഭംഗിയിലും ചിട്ടയിലും അച്ചടക്കത്തോടുകൂടെയുമൊക്കെ ട്രെയിനിങ് ക്യാമ്പിൽ സൈന്യങ്ങൾ ഖവാത്ത് നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ആരാധനയായി മാറാറില്ല. നമസ്കാരത്തെ എന്തുകൊണ്ടാണ് ഇത് ആരാധനയായി മാറിയത്? അതിലൊരു ജീവനുണ്ട്. ആ ജീവൻ പ്രാർത്ഥനയാണ്. ഒരു ശക്തിയോട്, അദൃശ്യമായ ഒരു ശക്തിയോട് ഒരു പ്രാർത്ഥനയുണ്ടതിൽ, ഒരു തേട്ടമുണ്ടതിൽ. അതുകൊണ്ട് ആരാധന എന്ന് പറയാവുന്നത് എന്തിനാണ്? മഹാനായ പ്രവാചകൻ പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥന ആരാധനയുടെ മധ്യയാണ്. പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മുഴുവൻ കർമ്മങ്ങളും എന്താണ്? ആരാധനയാണ് എന്നർത്ഥം. പ്രാർത്ഥനയും പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും എന്താണ്? ആരാധനയായി മാറും. ഇതാണ് ഇസ്ലാമിലെ, അതിന് വളരെ ലളിതമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന അർത്ഥം. അപ്പോൾ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ എന്തായി അർത്ഥം? അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ഇതാണ് ഫാത്തിഹ സൂറത്തിൽ നമ്മൾ പറയുന്നത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടതും വേറെ ആർക്കെങ്കിലും സമർപ്പിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതുമായ കാര്യം എന്താ? ആരാധന. ആരാധന അള്ളാഹുവിന് സമർപ്പിച്ചാൽ അവൻ മുസ്ലിമാണ്. അള്ളാഹു അല്ലാത്തവർക്കൊരാൾ ആരാധന സമർപ്പിച്ചാൽ അവൻ കാഫിറും മുശ്രിക്കുമാണ്. മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ നടന്നു വരുന്ന അർത്ഥമാണിത്. മുസ്ലിം ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ നിലക്കുള്ള പരിഭാഷയുമാണ് ഈ അർത്ഥം. എന്നാൽ ഈ പ്രശ്നത്തിലും ചില ആളുകൾ ചില വസ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇബാദത്തിന് ആരാധന എന്ന അർത്ഥത്തിന് പുറമെ അനുസരണം എന്നും അടിമവേല എന്നും രണ്ടർത്ഥവും കൂടി കൂടുതലുണ്ട്. ആ രണ്ടർത്ഥവും കൂടി കൂട്ടിയിട്ട് ആരാധന, അനുസരണം, അടിമവൃത്തി, ഈ മൂന്നർത്ഥവും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ ആ മൂന്നർത്ഥവും ഉദ്ദേശിക്കേണ്ടതാണെന്നും മൗദൂദി സാഹിബ് വ്യാഖ്യാനിച്ചു. അതാണ് മൗദൂദി സാഹിബിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഏത് വലിയ വലിയ നേതാക്കന്മാർക്കും ആളുകളുടെയും വാക്കുകളിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല. ഏത് മഹാനായിരുന്നാലും ആരുടെയും അഭിപ്രായങ്ങളിൽ ഖുർആനുമായി യോജിക്കുന്നത് സ്വീകരിക്കുകയും പ്രമാണങ്ങളുമായി വിയോജിക്കുന്നത് തള്ളിക്കളയുകയും ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിമിന്റെ ബാധ്യത. മൗദൂദി സാഹിബ് പണ്ഡിതനായേക്കാം, ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ഉടമയായിരുന്നേക്കാം, ഒരുപാട് ആളുകളെ പ്രബോധനം നടത്തി ഇസ്ലാമിലേക്ക് ആകർഷിച്ച വ്യക്തിയായിരുന്നേക്കാം. പക്ഷേ ഇബാദത്തിന് അർത്ഥകൽപ്പന നൽകിയ വിഷയത്തിൽ അദ്ദേഹത്തിന് ഭീമമായ അബദ്ധമാണ് സംഭവിച്ചിരിക്കുന്നത്. മുസ്ലിം ലോകത്ത് ഇന്നേ വരെ അറിയപ്പെട്ടിട്ടില്ലാത്തൊരു ഭീമമായ അപകടമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് അദ്ദേഹം നൽകിയ അർത്ഥത്തിലൂടെ സംഭവിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് മുസ്ലിമീങ്ങൾ നൽകുന്ന അർത്ഥം? ആരാധിക്കപ്പെടാൻ അർഹതയായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. മൗദൂദ് സാഹിബിന്റെ അർത്ഥപ്രകാരം അനുസരിക്കപ്പെടാൻ തരപ്പെട്ടവനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല.
അടിമവേല ചെയ്യപ്പെടാൻ തരപ്പെട്ടവനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഈ രണ്ടർത്ഥങ്ങളും കൂടി പറയണം, മൂന്നർത്ഥവും പറയണമെന്നാണ് അദ്ദേഹം വാദിച്ചത്. ആ മൂന്നർത്ഥവും കൂടി പറഞ്ഞാൽ അപകടമാണ്. കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞു, അമറ അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. അമറ അള്ള കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅ്ബുദൂ നിങ്ങൾ ആരാധിക്കരുതെന്ന്, ഇല്ലാ ഇയ്യാഹു അവനെയല്ലാതെ അനുസരിക്കരുതെന്ന് അള്ള കൽപ്പിച്ചിരിക്കുന്നു എന്ന് അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. അവനെയല്ലാതെ അടിമവേല ചെയ്യരുത് എന്ന് അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്താ? അല്ലാഹു തആല വേറെ സ്ഥലത്ത് പറഞ്ഞു, വാതിയൂർ റസൂല, റസൂലുള്ളാഹിനെ നിങ്ങൾ അനുസരിക്കണം. അപ്പൊ അനുസരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ പാടുള്ളൂ എന്ന് ഇയ്യാക നഅ്ബുദു എന്നുള്ളത് കൊണ്ട് വരില്ല. അനുസരണം വേറൊരാൾക്ക് സമർപ്പിച്ചാൽ ഇപ്പൊ എന്താകണം? ഇയ്യാക നഅ്ബുദു എന്നയിടത്ത് മൂന്നർത്ഥമുണ്ട് നിങ്ങൾ സങ്കല്പിക്കുക. അള്ളാഹുവിനെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നെ മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ, നിനക്ക് മാത്രമേ ഞങ്ങൾ അടിമവേല ചെയ്യുകയുള്ളൂ. ഈ മൂന്നർത്ഥവുമുണ്ട് എന്ന് സങ്കല്പിച്ചാൽ എന്തായി? അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചവൻ മുശ്രിക്കായി, അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചവൻ മുശ്രിക്കായി, അള്ളാഹു അല്ലാത്തവർക്ക് അടിമവേല നടത്തിയവൻ മുശ്രിക്കായി. ഈ അപകടങ്ങൾ വരും. അള്ളാഹു അല്ലാത്ത ഒരാൾ അനുസരിച്ചാൽ എന്താണ് ഇസ്ലാമിന്റെ നിയമം? അള്ളാഹുവിനെതിരായി ലോകത്ത് നമ്മൾ ആരെയും അനുസരിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. ലാ താഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. ഒരൊറ്റ സൃഷ്ടിയെയും നമ്മൾ അനുസരിക്കാൻ പാടില്ല. ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവിന് എതിരായി കൊണ്ടൊരു സൃഷ്ടിയെയും നമുക്ക് അനുസരിച്ചുകൂടാ. അതിനോട് ആർക്കും തർക്കമില്ല. പക്ഷേ ഒരാൾ അനുസരിച്ചു പോയാൽ അവന്റെ വിധി എന്താ? അവൻ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന നടത്തിയവനായി മാറുമോ? ഇബാദത്തെടുത്തവനായി പോകുമോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ എന്നോടൊരു കാര്യം അനുസരിച്ചു, ഞാൻ അയാൾ അനുസരിച്ച് ആ കാര്യം ചെയ്തു, എന്നാ ഞാൻ ആരാ? അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ എതിരുള്ളൊരു കാര്യം ഞാൻ ചെയ്താൽ മൗദൂദി സാഹിബിന്റെ വ്യാഖ്യാന പ്രകാരം ഞാൻ കാഫിറും മുശ്രിക്കുമായി പോകണം. പക്ഷേ അങ്ങനെ സംഭവിക്കില്ല. അനുസരണം എന്ന് പറയുന്നത് ഒരു കാലിച്ചാക്കാണ്. ആ കാലിച്ചാക്ക് അതിൽ എന്ത് സാധനം നിറക്കുന്നു എന്ന് നോക്കിയിട്ടാണ് ആ ചാക്കിന് പേര് കൊടുക്കുക. കാലിച്ചാക്കിന് പഞ്ചസാര നിറച്ചാൽ പഞ്ചസാര ചാക്കായി, ഉപ്പാണെങ്കിൽ ഉപ്പ് ചാക്കാണ്, മുളക് നിറച്ചാൽ മുളകും ചാക്ക്. അതേമാതിരി അനുസരണം ചുരുക്കാവും, അതല്ലെങ്കിൽ മഹാഭാവമാകും, ചെറിയ തെറ്റാകും, പല രൂപത്തിലും അത് മാറി മാറി വരും. ഞാനൊരാളനുസരിച്ചുകൊണ്ട് ആരെയൊക്കെ അനുസരിക്കാം നമുക്ക്? ആരൊക്കെ നമ്മെ അള്ളാഹുവിനെതിരായിട്ട് നമ്മെ അനുസരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും? പിശാച് നമ്മെ പ്രേരിപ്പിക്കും. എന്തിനാ? അള്ളാഹുവിനെതിരെ ചെയ്യാൻ. എന്റെയും നിങ്ങളുടെയും ദേഹേച്ഛ നമ്മളോട് പറയുമെന്ന് അള്ളാഹുവിനെതിരെ ചെയ്യാൻ. ഭരണകർത്താക്കൾ നമ്മളോട് ചിലപ്പോൾ അള്ളാഹുവിനെതിരെ ചെയ്യാൻ പറയും. നമ്മുടെ കൂട്ടുകാർ ചിലപ്പോൾ അള്ളാഹുവിനെതിരെ ചെയ്യാൻ നമ്മളോട് പറയും. മതത്തിലെയും രാഷ്ട്രീയത്തിലെയും നേതാക്കന്മാർ ചിലപ്പോൾ നമ്മൾ അള്ളാഹുവിനെതിരായിട്ട് ചെയ്യാൻ പറയും. അങ്ങനെ നമ്മളാണ് അനുസരിച്ചു പോയാൽ എന്താ ഇതിന്റെ വിധി? ഒറ്റയടിക്ക് വിധി പറയാൻ പറ്റൂല. ഏത് വിഷയത്തിൽ അനുസരിച്ചു എന്ന് നോക്കിയിട്ടേ വിധി പറയാൻ പറ്റൂ. പിശാചിനെ അനുസരിച്ചിട്ട് ഒരാളെന്ത് ചെയ്തു? ശിർക്ക് ചെയ്തു, എന്നാലോ മുശ്രിക്കായി പോയി. ശൈത്താൻ അനുസരിച്ചുകൊണ്ട് ഒരാൾ കള്ളു കുടിച്ചു, മുശ്രിക്കാവോ? കാഫിറായി പോകുമോ? ഇല്ല, അവനൊരു മഹാഭാവിയായി പോകും. ശൈത്താൻ പറഞ്ഞത് കേട്ടിട്ട് ഒരാൾ ചെറിയ തെറ്റ് ചെയ്തു, എന്നാലോ ആരായി പോകും? കാഫിറായി പോകുമോ? ഇല്ല, അവൻ ആരായി പോകും? ഒരു ചെറിയ പാപം ചെയ്ത ആളായി പോകും. ഇങ്ങനെ ഏത് വിഷയത്തിലാണ് ഞാൻ ഒരാൾ അനുസരിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് എന്റെ അനുസരണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാകുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. ഇത് കുറച്ചൊന്നും സൂചന നൽകിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് പറയാണ്. ഇതൊരു വലിയ വിഷയമാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്താ, കേരളത്തിൽ എത്ര സംഘടനകളുണ്ട്? പ്രധാനമായിട്ട് കേരള ഹിദ്ദുത്തുൽ മുജാഹിദീൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, അല്ലെങ്കിൽ കേരള ജമാഅത്തെ ഇസ്ലാമി. ആരോ ഈ മൂന്നായിട്ടാണ് ഇരിക്കുന്നത്. ചില്ലർ അഭിപ്രായ വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ല, മൂന്ന് കൂട്ടരും ഇബാദത്തിന്റേതായ ആ വ്യാഖ്യാനത്തിലാണ് വിഘടിച്ചു നിൽക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുന്നു, ഇബാദത്ത് അത് ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, പടച്ചോനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ശക്തിയോട് വിളിച്ച് പ്രാർത്ഥിച്ചാലേ അയാൾക്ക് ഇബാദത്ത് എടുക്കലാവുള്ളൂ. മുജാഹിദുകൾ പറഞ്ഞു, ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇലാഹാണെന്ന് വിശ്വസിച്ചു കൊള്ളണമെന്നില്ല.
ഇലാഹിന് സമർപ്പിക്കാവുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ നമ്മൾ സമർപ്പിച്ചോ അയാളെ ഇലാഹിന് വിളിച്ചോളണമെന്നില്ല, അത് അയാൾക്കുള്ള ആരാധനയായി പോകും. ഈ കാര്യങ്ങളൊക്കെ മുജാഹിദുകളോട് യോജിക്കുന്ന കൂട്ടത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി പുതിയൊരു വ്യാഖ്യാനവും കൂടി 1947 കൊണ്ടുവന്നു. അതെന്താ? ആരാധന മാത്രം പറഞ്ഞാൽ പോരാ, അനുസരണവും പാടില്ല, അടിമവേലിയും പാടില്ല. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവർ ഭരിക്കുന്ന ഭരണകൂടത്തെ ഒരാൾ അനുസരിച്ചാൽ കാഫിറും മുശ്രിക്കുമായി പോകും. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളുമായി മൗദൂദി സാഹിബ് രംഗത്ത് വന്നത്. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് അദ്ദേഹം വിശ്വസിപ്പിച്ചത് എന്താണ്? ബ്രിട്ടീഷുകാരന്റെ ഭരണകൂടം പോയിട്ട് ഇവിടെ ഇന്ത്യൻ ജനാധിപത്യമാകുന്ന ഭരണകൂടത്തെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതിയതൊന്നും സംഭവിക്കാനില്ല. ലാത്ത പോയി മനാത്ത വന്നു എന്ന വ്യത്യാസമേയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആകുന്ന ലാത്ത എന്ന വിഗ്രഹം പോയി ഇന്ത്യ ഗവൺമെന്റ് ആകുന്ന ജനാധിപത്യമാകുന്ന ഭരണകൂടം മനാത്ത രംഗത്ത് വന്നു. രണ്ടും ശിർക്കാണ്, രണ്ടും കള്ളദൈവങ്ങളാണ്. അതുകൊണ്ട് ആ ഭരണകൂടത്തെ അനുസരിക്കുന്നത് ശിർക്കാണ്. ആ ഭരണകൂടത്തെ നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ അധികാരത്തിലേക്ക് എത്തിക്കാൻ അസംബ്ലിയിലോ പാർലമെന്റിലോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യൽ ഒരു മുസ്ലിമിന് പാടില്ലാത്തതാകുന്നു. ജമാഅത്തെ ഇസ്ലാമി ആദ്യകാലത്ത് വാദിച്ചു. ഒക്കെ എവിടുന്ന തുടക്കം വരിയോ? ഇബാദത്തിന്റെ അർത്ഥത്തുമ്മൽ പറ്റ താളപ്പഴവുകളാണ്. അനുസരണം എന്ന അർത്ഥം വെച്ചു പോയപ്പോണ്ടായ അപകടമാണ്. ഗവൺമെന്റിനനുസരിച്ചാൽ തെറ്റായിപ്പോയി. ആ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ശമ്പളം വാങ്ങൽ പാടില്ല. അതുകൊണ്ട് അനിസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലുള്ള ഭൗതിക കലാലയങ്ങളിൽ പഠിക്കാൻ പോകാൻ പാടില്ല, അവിടുത്തെ ഉദ്യോഗം വരിക്കാൻ പാടില്ല. അത്തരം ഗവൺമെന്റുകൾ നടത്തുന്ന പരീക്ഷകളിൽ മുസ്ലിം കുട്ടികൾ പരീക്ഷ എഴുതുവാനോ സർട്ടിഫിക്കറ്റ് കരസ്ഥമാകുവാനോ പാടില്ല. ആവേശം കൊണ്ട് ഈ വ്യാഖ്യാനങ്ങൾ കേട്ടുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ പല ജമാഅത്തിന്റെ നേതാക്കന്മാരും പരസ്യമായി സർട്ടിഫിക്കറ്റുകൾ കീറിക്കളഞ്ഞു. കേരളത്തിന്റെ ചരിത്രം വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആവേശം കൊണ്ട് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരാണ്, വോട്ട് ചെയ്യാൻ പാടില്ല, വോട്ട് ചെയ്താൽ തെറ്റായി പോകും, അനിസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലുള്ള ജോലി ചെയ്യാൻ പാടില്ല, അനിസ്ലാമിക ഭരണകൂടത്തിന്റെ കോടതികളിലേക്ക് വിധി തേടി പോകാൻ പാടില്ല. മുഴുവൻ കാര്യങ്ങളും ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ചില സൂചനകൾ നൽകുകയാണ്. ഒരുപാട് അബദ്ധങ്ങളുണ്ടായി. ഇബാദത്തിന് ഈ മൂന്നർത്ഥങ്ങളുമുണ്ട്. ഈ മൂന്നർത്ഥത്തിൽ ഏതെങ്കിലും ഒരർത്ഥപ്രകാരം മറ്റൊരാൾക്ക് നമ്മൾ സമർപ്പിച്ചാൽ അത് അയാൾക്കുള്ള ഇബാദത്തായി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഡസൻ കണക്കിന് പുസ്തകങ്ങൾ അവർ എഴുതിവിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാലം മാറി. അവരും വോട്ട് ചെയ്യുന്നു. അവരുടെ കുട്ടികളും ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്നു. അവരുടെ നേതാക്കന്മാരും ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ശമ്പളം വച്ചുന്നു. അവരുടെ കുട്ടികളും ഭരണകൂടത്തിന്റേതായ സ്ഥാപനങ്ങളിലും അവർ പറയുന്ന വലിയ വലിയ സ്ഥാനങ്ങളിലുമൊക്കെ ജോലി ചെയ്ത് ഇപ്പോൾ പല രൂപത്തിലുള്ള വ്യാഖ്യാന കസർത്തുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ആ കാലഘട്ടത്തിലും ഇക്കാലഘട്ടത്തിലും രാഷ്ട്രീയ ശിർക്ക് ആരോപിച്ചുകൊണ്ട് മുജാഹിദുകളെ മാറ്റി നിർത്തുമ്പോൾ ഇന്നവർ പറയുന്നത് അള്ളാഹുവിന്റെ ഭരണത്തേക്കാൾ നല്ലത് ഇവിടുത്തെ ഭരണമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്യലാണ് ശിർക്ക് എന്ന് ഞങ്ങൾ പറഞ്ഞത് എന്നാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്തോ? 1947 നമ്മളെ വാപ്പപ്പാപ്പമാരാരെങ്കിലും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആരെങ്കിലും രാഷ്ട്രീയത്തിൽ വോട്ട് ചെയ്തപ്പോ നമ്മുടെയൊക്കെ നേതാക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആരെങ്കിലും പരമാധികാരി ഇന്ദിരാഗാന്ധിയാണ് അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയാണ് അള്ളയല്ല എന്ന നിലക്ക് ആരെങ്കിലും ആ വിശ്വാസത്തോടുകൂടെ ഒരു മനുഷ്യർ വോട്ട് ചെയ്തോ? ചെയ്തില്ല. പിന്നെ എന്തിനാ അന്നത് ചുരുക്കാക്കിയത്? അന്നുള്ളതുപോലെ തന്നെയുള്ള വോട്ടിംഗ് തന്നെ ഇന്നും നടക്കുന്നുള്ളൂ. അപ്പൊ രാഷ്ട്രീയ രംഗത്തൊരു പുതിയ തൗഹീദും അതേപോലെ തന്നെ ശിർക്കും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ വക കാര്യങ്ങൾക്കൊക്കെ പുറമെ രാഷ്ട്രീയ ശിർക്ക് കൂടി രംഗത്ത് കൊണ്ടുവന്നു. വളരെ വിശാലമായി വളരെ സാവകാശം പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില സൂചനകൾ മാത്രം നൽകിയെന്ന് മാത്രം. എന്തിനാണത് പറഞ്ഞത്? ഇബാദത്ത് എന്ത് എന്ന വിഷയത്തിൽ ആരാധന എന്ന അർത്ഥത്തിൽ നിന്ന് മാറി അനുസരണം എന്നും അടിമവേല എന്ന അർത്ഥത്തിലേക്ക് പോയപ്പോൾ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ മുസ്ലിങ്ങളിൽ സംഭവിച്ചു. ഇനി അടിമവേല എന്നുള്ള അർത്ഥം പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പല സ്വഹാബിമാരുടെയും കീഴിൽ അടിമകളുണ്ടായിരുന്നു. പല സ്വഹാബിമാരും മറ്റു ചില സ്വഹാബിമാരുടെ അടിമകളായിരുന്നു.
തന്റെ യജമാനന് ദാസ്യവേല ചെയ്യുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വിലക്കിയില്ല. നേരെ മറിച്ചാണ് പറഞ്ഞത്, അള്ളാഹുവിനോടുള്ള കടപ്പാടുകളും തന്റെ യജമാനനോടുള്ള കടപ്പാടുകളും ഒരേ സമയം നിർവഹിച്ചുകൊണ്ട് രണ്ട് കാര്യത്തിലും ബാധ്യതകൾ നിർവഹിച്ചു പോകുന്ന ആളുകൾക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അവരെ മാനസികമായി അവർക്ക് ആവേശം പകരുകയാണ് ചെയ്തത്, വിലക്കിയിട്ടില്ല. അപ്പൊ ഇസ്ലാമിൽ ഇബാദത്ത് എന്ന് പറയുന്നതിന് യോജിക്കാവുന്ന അർത്ഥം പ്രാർത്ഥനയോ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നതോ ആയ മുഴുവൻ കർമ്മങ്ങളും അടങ്ങുന്ന കാര്യം, അതിനാണ് ആരാധന എന്ന് പറയുന്നത്. ആ ആരാധന അത് അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ അവൻ കാഫിറും മുശ്രിക്കുമായി പോകും. അപ്പൊ എന്താണ് ആരാധന? ആരാധനയുടെ കാമ്പ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ദുആ. ദ്വയർന്നാൽ മറ്റൊരാളോട് ദ്വാ ഇരക്കാൻ പാടില്ല, അതാണ് മർമ്മം. എന്താണ് ദ്വാ? അറബി ഭാഷയിലുള്ളൊരു വാക്കാണ് ദ്വാ. ഭാഷാർത്ഥപ്രകാരം അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വിളിക്കുക എന്നർത്ഥമുണ്ട്, ക്ഷണിക്കുക എന്നർത്ഥമുണ്ട്, പ്രബോധനം നടത്തുക എന്നർത്ഥമുണ്ട്, മൃഗത്തെയൊക്കെ തെളിക്കുക എന്നതിനർത്ഥമുണ്ട്. ഈ അർത്ഥങ്ങളിലൊക്കെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതിന് വേണ്ടി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ചത് എന്താണ്? ദഅഉതു എന്നാണ്. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. നാഥ, ഞാൻ എന്റെ ജനതയെ രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ അവരെ ക്ഷണിച്ചു. ഞാൻ അവരോട് ദ്വാർന്നു എന്നല്ല, ഞാൻ അവരോട് പ്രാർത്ഥിച്ചു എന്നല്ല, ഞാൻ അവരെ വിളിച്ചു, ഞാൻ അവരെ ക്ഷണിച്ചു, ഞാൻ അവരെ പ്രബോധനം നടത്തി എന്നാണ്. ഒരു വിരുന്നിനൊരാൾ വിളിച്ചാൽ അതും ദഅവത്താണ്. ഇതാ ദഅക, എന്നെ വിളിച്ചാൽ നീ ഉത്തരം നൽകണം. അതൊക്കെ ഭാഷാർത്ഥമാണ്. ഇസ്ലാമികമായി നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ദുആ എന്താണ്? അതാർക്കും മനസ്സിലാവാഞ്ഞിട്ടല്ല. കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ വെച്ച് മുജാഹിദ് പക്ഷത്തോട് മറുപക്ഷത്തുള്ള ആൾ ചോദിക്കുകയാണ്, ഒരു മുസ്ലിയാർ ചോദിക്കുകയാണ്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ മൗലവിയോട് ഞാൻ ചോദിക്കുന്നു, എല്ലാ ദുആയും ശിർക്കാണോ? ചോദ്യത്തിന്റെ പോക്കുകൾ മനസ്സിലായില്ലേ? എല്ലാ ദുആയും ശിർക്കാണോ? ശിർക്കാണെന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ? കാരണം എന്താ? നൂഹ് നബി ഇവിടെ പറഞ്ഞില്ലേ, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. ഞാൻ എന്റെ ജനതയോട് ദ്വാർന്നു എന്നാണോ? അല്ല. അപ്പൊ ദാ എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. എല്ലാ വിളിയും ശിർക്കാണോ, എല്ലാ വിളിയും ശിർക്കാണോ എന്നാ ചോദിച്ചത്. അപ്പൊ ചോദിച്ച മുസ്ലിയാർക്ക് അറിയാഞ്ഞിട്ടല്ല, ഏത് വിളിയാണ് ഇവിടെ തർക്കം? കല്യാണത്തിന് ഒരാളെ ക്ഷണിക്കുന്നത് തന്നെ സംബന്ധിച്ച് മുജാഹിദുകളും സുന്നികളും മറ്റുള്ളവരും തമ്മിൽ തർക്കമല്ല. ഒരാൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കുന്നതിൽ തർക്കമല്ല. ഏത് വിഷയം ചർച്ച ചെയ്യാനാണ് ആ പാതിരാക്ക് കൊട്ടപ്പുറം കട്ടപ്പാടത്ത് അവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പന്തലൊരുക്കി വിളിച്ചു കൂട്ടിയത് എന്ന് അറിയാത്തവരല്ല മുസ്ലിയാക്കന്മാര്. ജനത്തെ വസുവാസാക്കാൻ വേണ്ടി ഒരു ചോദ്യം വിട്ടതാ. എന്താ? എല്ലാ വിളിയും ശിർക്കാണോ? ഏത് വിളിയായി ശിർക്കാവുക? ഏത് ദുആയാ ശിർക്കാവുക? എല്ലാവർക്കും അറിയാം. ദുആ എന്ന് പറഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാം. അപേക്ഷ എന്ന് പറഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ സാധാരണ പ്രയോഗിക്കാറുണ്ട്. അഭ്യർത്ഥന, പ്രാർത്ഥന, അപേക്ഷ, ഏത് കൊച്ചു കുട്ടികൾക്കും ഇതൊക്കെ മനസ്സിലാവും. എന്താ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ വീട്ടിലേക്കുള്ള വാട്ടർ പൈപ്പിന്റെ കണക്ഷൻ കിട്ടിയപ്പോ അത് വെള്ളം കൃത്യമായി വീട്ടിലേക്ക് വരുന്നതിന് തടസ്സമായി എന്തോ ഒരു കേട് സംഭവിച്ചാൽ നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ പോയി അത് നന്നാക്കാൻ വേണ്ട ഒരു അപേക്ഷ കൊടുത്താൽ, ഞാൻ ഈ വാട്ടർ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അത് നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥന നടത്തിയെന്ന് ആരും പറയാറില്ല. അപേക്ഷ കൊടുത്തു എന്നാ പറയാം. ഞാനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാ പറയാം. നേരെ മറിച്ച് മഴ കിട്ടാൻ വേണ്ടി ഞാൻ റബ്ബിനോട് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്, മഴ കിട്ടാൻ വേണ്ടി ഞാൻ അള്ളാഹ്ക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട്, അതും ആരും പറയില്ല. അവിടെ പ്രാർത്ഥന തന്നെയാ പറയാം. ജൂൺ 1-ാം തീയതി നമ്മുടെ ഇന്ന സ്ഥാപനം, നമ്മുടെ ഇന്ന അറബിക് കോളേജ് തുറക്കുന്നു. പ്രാർത്ഥനാ ഫോറം 10 രൂപ അയച്ചു തന്നാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണെന്ന് ഒരു പത്രത്തിൽ ഒരു മുസ്ലിയാരും പരസ്യം ചെയ്യാറില്ല. എന്താ പറയാറുള്ളത്? അപേക്ഷാ ഫോറം 10 രൂപ അയച്ചു തന്നാൽ അയച്ചു തരുന്നതാണ്. അത് തന്നെയും പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജൂൺ 10 മുമ്പ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണെന്നേ കൊടുക്കാറുള്ളൂ. ജൂൺ 10 മുമ്പേ പ്രാർത്ഥിക്കേണ്ടതാണ് എന്നാരും കൊടുക്കാറില്ല. അപ്പൊ ഏത് മനുഷ്യനും അറിയാതെ എന്താ ഈ പ്രാർത്ഥനയും അപേക്ഷയും തമ്മിലുള്ള വ്യത്യാസം? അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂവെങ്കിൽ മുജാഹിദുകൾ ഡോക്ടറോട് സഹായം ചോദിക്കാറില്ലേ? റേഷൻ ഷാപ്പിൽ പോയി അരി ചോദിക്കാറില്ലേ? മരം കയറാൻ വേണ്ടി തെങ്ങ് കയറ്റക്കാരനെ വിളിക്കാറില്ലേ? അതൊക്കെ ശിർക്കാകില്ലേ?
ഇങ്ങനെ ചോദിച്ചു നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ആ ശരി എന്നിട്ട് ഇതിനേതായാലും മൗലവിമാർക്കും മറുപടി ഉണ്ടാവില്ല എന്ന മട്ടിലാണ് ആളുകൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുക. അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊക്കെ സഹായത്തേട്ടമാണ് പ്രാർത്ഥനയായി മാറുക, ഏതൊക്കെ സഹായത്തേട്ടമാണ് പ്രാർത്ഥനയല്ലാത്ത വെറും അപേക്ഷയായി മാറുക. അപേക്ഷയായി മാറുന്ന സഹായത്തേട്ടങ്ങളൊക്കെ പറ്റും, പ്രാർത്ഥനയായി മാറുന്ന സഹായത്തേട്ടങ്ങളൊന്നും പാടില്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ പറ്റൂ. മറ്റുള്ളത് ആർക്കൊക്കെ ഏതൊക്കെ കഴിവുകൾ പ്രകൃതി അള്ളാഹു നൽകിയിട്ടുണ്ടോ അവിടേക്കൊക്കെ ചോദിക്കാം. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്പം വിശദമാക്കേണ്ടതുണ്ട്. അത് ഞാൻ അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടിവെക്കുകയാണ്. ഇപ്പൊ പറഞ്ഞാൽ അത് തീരൂല. എന്താണ് പ്രാർത്ഥനയായി പോകുന്ന സഹായത്തേട്ടവും പ്രാർത്ഥനയല്ലാതെയായി ഇസ്ലാമിൽ അനുവാദം തന്നിട്ട് പരസ്പരം ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സഹായത്തേട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എവിടെയാണ് വിഷയത്തിന്റെ മർമ്മം? അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഏതായിരുന്നാലും ഇന്നീ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഞാൻ എപ്പോഴും ഇത് ആവർത്തിക്കുന്നില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ വിശദീകരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ടുകൾ അപ്പോൾ കുറിച്ചു വെച്ച് എന്നെ ഏൽപ്പിക്കേണ്ടതാണ്. ഞാനത് പിന്നീട് ഒരുമിച്ച് മറുപടി പറയും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യമാണ്. ഇതൊരു സാധാരണ പ്രശ്നമല്ല, വളരെ അത്യന്തം ഗൗരവമായൊരു വിഷയമാണ്. ഒരു സംശയവും ബാക്കി വിട്ടുകൊണ്ട് ഹാള് വിട്ട് പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകാവുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് എഴുതി എന്നെ ഏൽപ്പിക്കാവുന്നതാണ്. എന്റെ അറിവിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ഗുരുനാഥന്മാരോട് ചോദിച്ചു പഠിച്ചുകൊണ്ട് ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ താല്പര്യം കാണിക്കണമെന്നും നമ്മുടെ വിശ്വാസപരമായ ഈ കാര്യത്തിൽ കല്ലും നെല്ലും വേർതിരിച്ച് മനസ്സിലാക്കാൻ തന്നെയുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എന്താ, എന്ത് അമല് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് ഞാൻ ആദ്യം വിശദീകരിച്ചല്ലോ. വെച്ചിട്ട് കാര്യമില്ല, നോമ്പ് നോച്ചിട്ട് കാര്യമില്ല, എല്ലാ കർമ്മങ്ങളും ഒരൽപ്പം ശുർക്ക് അങ്ങോട്ട് കലർന്നു പോയാൽ എല്ലാം പൊളിഞ്ഞുപോയി എന്നാണ്. എല്ലാം പൊളിഞ്ഞുപോയി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും മുഴുവൻ പ്രവാചകന്മാരോടും അള്ളാഹു നൽകിയിട്ടുള്ള താക്കീതാണ് എന്ന് 10ലെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞതാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് എതിരായി വരുന്ന സഹായത്തേട്ടം ഏതാണ്? അങ്ങനെയുള്ള സഹായത്തേട്ടങ്ങളോടനുബന്ധമായി ആളുകൾ ചെയ്തു വരാനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതിനവര് പാടുണ്ട് എന്ന് പറയുന്ന ആളുകൾ സമർപ്പിക്കുന്ന ഖുർആനിൽ നിന്നവർ ദുർവ്യാഖ്യാനത്തിന് വേണ്ടി എടുത്തുദ്ധരിക്കുന്ന ആയത്തുകൾ ഏതൊക്കെയാണ്? അതിന് മുഫസ്സിരീകൾ നൽകിയ ശരിയായ വ്യാഖ്യാനം എന്തൊക്കെയാണ്? ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്.